നമസ്കാരം. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്കെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് പോസ്റ്റർ പതിച്ചത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ വന്നിരുന്നു. ഇന്നലെ രാത്രിയാണ് എറണാകുളത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വഖഫ് ഭൂമി വിഷയത്തിൽ സമുദായത്തെയും പാർട്ടിയും മുഹമ്മദ് ഷാ വഞ്ചിച്ചു എന്നാണ് പോസ്റ്റർ പറയുന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പാർട്ടിയെയും വി ഡി സതീശനെയും ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് പ്രധാന ആരോപണം. എറണാകുളം ജില്ലയിൽ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഷായെ ബഹിഷ്കരിക്കുക എന്നും പോസ്റ്റിലുണ്ട്. മുനമ്പം പ്രശ്നവും സമസ്ത തർക്കവും അടക്കം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കോഴിക്കോട് യോഗം ചേർന്നിരിക്കുകയാണ്. അതിനിടെയാണ് വീണ്ടും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ വി ഡി സതീശനെതിരെയായിരുന്നു കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പോസ്റ്റുകൾ പതിച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമി ആണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് വഖഫ് ഭൂമി അല്ലാതാകില്ല എന്നുമുള്ള കെ എം ഷാജിയുടെ നിലപാടിനെ പിന്തുണച്ചും കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചും ആയിരുന്നു ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിലുള്ള പോസ്റ്റുകൾ. വഖഫ് വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ട എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ വിലക്കിയതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ ഈ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്റുകളിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി തങ്ങളെ വിളിക്കൂ, ലീഗിനെ രക്ഷിക്കൂ എന്നും മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയാൻ വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുനമ്പം വിഷയത്തിൽ ലീഗ് നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കെ എം ഷാജി പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിച്ചതിനെ തുടർന്ന് ലീഗ് പരസ്യ പ്രസ്താവന വിലക്കുകയും ചെയ്തിരുന്നു. സമസ്ത മുഷാവറയിൽ നിന്ന് ഇന്നലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുന്നത്. ഉമർ ഫൈസി മുഖം കള്ളന്മാർ എന്ന പ്രയോഗം നടത്തിയതിൽ പ്രകോപിതനായാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്. പ്രശ്നങ്ങൾ ഒതുക്കാൻ 10 ദിവസത്തിനകം പ്രത്യേക മുഷാവറ യോഗം ചേരാനാണ് സമസ്തയുടെ തീരുമാനം.